2026 മാർച്ച് 1 സിറാജ് എഡിറ്റോറിയൽ. യുദ്ധക്കുതിയിൽ ഇസ്രായേലും അമേരിക്കയും. പശ്ചിമേഷ്യയെ മാത്രമല്ല ആഗോള സമൂഹത്തെയാകെ ഭീതിയിലായിത്തിരിക്കുകയാണ് ഇറാനെതിരെയുള്ള ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം. കഴിഞ്ഞ ചില ദിവസങ്ങളായി സമാധാന ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്ന ധാരണ സൃഷ്ടിച്ച ശേഷം പൊടുന്നനെയാണ് എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും കാറ്റിൽ പറത്തി അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിലുടനീളം ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ മിസൈൽ പതിച്ച് വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെട്ടതായി ഇറാൻ വാർത്താ ഏജൻസി ഇർന റിപ്പോർട്ട് ചെയ്യുന്നു. തെക്കൻ ഇറാനിലെ ഹോർമോസ്ഗൻ പ്രദേശത്തെ എലിമെന്ററി പ്രൈമറി സ്കൂളാണ് ഇസ്രായേൽ തകർത്തത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ വസതിക്കു സമീപവും തെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും നിരവധി മിസൈലുകൾ പതിച്ചു. ഇറാൻ പ്രത്യാക്രമണം തുടങ്ങിയതോടെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഖത്തർ, ബഹ്റൈൻ, UAE, കുവൈത്ത് എന്നിവിടങ്ങളിലെ US താവളങ്ങളിലേക്ക് ഇറാൻ മിസൈൽ പ്രയോഗം നടത്തിയത് അറബ് മേഖലയിലാകെ കടുത്ത ആശങ്ക പരത്തിയിട്ടുണ്ട്. സമീപ ദിവസങ്ങളിലോ മാസങ്ങളിലോ രൂപപ്പെട്ടതല്ല ഈ യുദ്ധത്തിന്റെ അടിയൊഴുക്ക്. 1979 ഇറാൻ വിപ്ലവത്തിനു ശേഷം ഉടലെടുത്ത കൊടിയ ശത്രുതയാണ് പ്രശ്നത്തിന്റെ തുടക്കം. 1979 വരെ ഷാ പഹ്ലവിയുടെ കാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഇറാനും ഇസ്രായേലും. ഇസ്രായേലിനെ അംഗീകരിച്ച ആദ്യ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒന്ന് ഇറാനായിരുന്നു. വിപ്ലവാനന്തരം ആയത്തുള്ള ഖുമൈനി അധികാരത്തിലേറിയതോടെ സ്ഥിതിഗതികളാകെ മാറി. പരസ്പരം ശത്രുതയിലായി രണ്ട് രാഷ്ട്രങ്ങളും. ഇസ്രായേലിനെ ചെറിയ ചെകുത്താനെന്നും അമേരിക്കയെ വലിയ ചെകുത്താനെന്നുമാണ് ഖുമൈനി വിശേഷിപ്പിച്ചിരുന്നത്. തുടർന്നുള്ള 4.5 പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും നിഴൽ യുദ്ധത്തിലായിരുന്നു. ലബനാനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഗസയിലെ ഹമാസ് എന്നീ പോരാട്ട സംഘടനകളെ ചേർത്ത് ഇറാൻ പ്രതിരോധ അച്ചുതണ്ട് തീർത്തതും ഇറാന്റെ ആണവ പദ്ധതികളും ഇസ്രായേലിനെയും അമേരിക്കയെയും വല്ലാതെ ചൊടിപ്പിച്ചു. ആണവ പദ്ധതികൾ തകർക്കാൻ ഇസ്രായേൽ രഹസ്യമായ സൈബർ ആക്രമണങ്ങൾ നടത്തുകയും ഇറാൻ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിലെത്തിയത്. മാസങ്ങളായി യുദ്ധത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു അമേരിക്കയും ഇസ്രായേലും. അത്യാധുനിക യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ സന്നാഹങ്ങൾ വിന്യസിച്ച് പശ്ചിമേഷ്യയിൽ അമേരിക്ക അടുത്തിടെ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചത് ഈ ആക്രമണത്തെ മുൻനിർത്തിയായിരുന്നു. പശ്ചിമേഷ്യയിൽ ഒതുങ്ങുന്നതല്ല, ആഗോളതലത്തിൽ ബാധിക്കുന്നതാണ് യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ. ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. യുദ്ധം രൂക്ഷമായാൽ ഈ പാത അടയ്ക്കാൻ ഇറാൻ സാധ്യതയുണ്ട്. പാത അടച്ചിടുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിക്കഴിഞ്ഞു. ചരക്കു കപ്പലുകൾക്കു നേരെ ആക്രമണം നടന്നാൽ ആഗോള വ്യാപാരത്തെ മന്ദഗതിയിലാക്കുകയും ക്രൂഡ് ഓയിലിന്റെയും ഇലക്ട്രോണിക്സ്, കെമിക്കൽസ് തുടങ്ങിയവയുടെ വില ഉയരുകയും ചെയ്യും. ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് കൂടുതൽ ഗുരുതരമായിരിക്കും പ്രത്യാഘാതങ്ങൾ. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ് ഇന്ത്യ കൂടുതലും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ഇത് മുരടിപ്പിക്കും. ഓഹരി വിപണിയിൽ ഇടിവ് സംഭവിച്ചാൽ നിക്ഷേപകരെയും ബാധിക്കും. ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും വലിയ ചോദ്യചിഹ്നമാണ്. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതും ഗൾഫ് ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകും. വിമാന ജീവനക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഖത്തർ എയർവേസ്, ടർക്കിഷ് എയർലൈൻ, എയർ ഇന്ത്യ, ഇൻഡിഗോ കമ്പനികളാണ് ഇതിനകം സർവീസ് നിർത്തിയത്. ഗൾഫ് രാഷ്ട്രങ്ങളുമായും ഇസ്രായേലുമായും ഇന്ത്യക്കുള്ള നല്ല ബന്ധം ഉപയോഗപ്പെടുത്തി പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുകയെന്നതാണ് സർക്കാരിന്റെ പ്രാഥമിക ബാധ്യത. താമസ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും യുദ്ധവാർത്തകൾ കൃത്യമായി ശ്രദ്ധിച്ച് പരമാവധി സുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണമെന്നും തെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇറാനിലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പും അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ ഫോൺ നമ്പറും കൈമാറിയിട്ടുണ്ട്. യുദ്ധം തുടരുകയും വ്യാപിക്കുകയും ചെയ്താൽ ഇവരെ നാട്ടിലെത്തിക്കുക ഇന്ത്യക്ക് വലിയൊരു ദൗത്യമായിരിക്കും. ഇസ്രായേലുമായും ഇറാനുമായും നല്ല ബന്ധത്തിലാണ് ഇന്ത്യ. പ്രധാനമന്ത്രി മോദി ഇസ്രായേൽ സന്ദർശിച്ച് അവർക്ക് എല്ലാ തലത്തിലും സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചത് 4 ദിവസം മുമ്പാണ്. അതേസമയം ഇറാൻ വഴിയാണ് ഇന്ത്യ മധ്യേഷ്യയിലേക്കുള്ള പാത
ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആരെ പിന്തുണയ്ക്കണമെന്നത് ഇന്ത്യക്ക് വലിയ നയതന്ത്ര പ്രതിസന്ധിയായിരിക്കും. ഇറാൻ ഭരണകൂടത്തിന്റെ ഭീഷണി ഇല്ലാതാക്കാനാണ് ആക്രമണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ന്യായീകരണം. ഗസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന കൂട്ടക്കുരുതിക്കും വംശഹത്യക്കും പരോക്ഷ പിന്തുണ നൽകി വരുന്ന ട്രംപിന്റെ ന്യായീകരണം പരിഹാസ്യമാണ്. ഇറാനെ സൈനികമായും സാമ്പത്തികമായും തകർത്ത് മേഖലയിൽ ഇസ്രായേലിന്റെയും അതുവഴി അമേരിക്കയുടെയും ആധിപത്യം ഉറപ്പിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം.